അഡ്വക്കേറ്റ് വസന്ത് സിറേക്ക്, ഒരു കാലത്ത് CPM-ന് ബദലായി ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. CPM-ന്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ കോൺഗ്രസിലേക്ക് എടുത്തു ചാടുന്ന ആളുകളുടെ എണ്ണം അത് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, CPM-ൽ നിന്ന് നേരെ BJP-യിലേക്കാണ് ഈ വലിയ ചുവടുമാറ്റം സംഭവിക്കുന്നത്. അതായത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ആളുകൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ നിലപാടുകളിൽ ഇന്ത്യ മുന്നണി എടുക്കുന്ന നിലപാടുകൾ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസിനെ ഒരു ബദലായി CPM-ന്റെ അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് കാണാൻ പറ്റാതെ വരുന്നത്? നോക്കൂ, ഇപ്പോ അത് പറയാം, അതിലേക്ക് എത്താം. പക്ഷെ അങ്ങിപ്പോ പറഞ്ഞു എന്താണ്, മുഖ്യമന്ത്രി എല്ലാ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലും ആദ്യ അവസാനം പങ്കെടുക്കുകയാണ്. അപ്പോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ചെലവിടേണ്ട സമയത്താണല്ലോ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നൊരു ആശങ്ക അങ്ങടക്കം മുമ്പോട്ട് വെച്ചു. അങ്ങനെ ഒരു ആശങ്ക എന്നെ സംബന്ധിച്ചില്ല. കാരണം അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഇരുന്നത് കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പൊ പിന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ പോയി കട്ടൻ ചായയും പരിപ്പോടയും കുടിച്ച് സുഖമായി അദ്ദേഹം ഇരിക്കട്ടെ. രണ്ടാമത്, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് LDF-ന്റെ നേതാവ് ശ്രീ സതീഷ് വസന്ത് പറഞ്ഞത്, നോക്കൂ, ഞങ്ങളുടെ പാർട്ടി അങ്ങ് റിഫോം ചെയ്യപ്പെടുകയാണ്. ആ റിഫോർമേഷന്റെ ഭാഗമായി ഞങ്ങൾ യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രീ സതീഷ് വസന്ത്, അങ്ങേക്ക് ഒരു കാര്യം പറയാമോ? ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട കേഡറ്റുകൾ ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് പ്രശ്നമാണ്. ഒന്നാമത്തെ പ്രശ്നം, പാർട്ടിയിൽ നിന്ന് നേതാക്കൾ അകന്നു നിൽക്കുന്നു. പാർട്ടിയെ നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല, പാർട്ടി പ്രവർത്തകരെ നേതാക്കൾക്ക് അറിയില്ല. മാത്രമല്ല, PP ദിവ്യയെ പോലെയുള്ള അഹങ്കാരിയായ PP ദിവ്യയെ പോലെയുള്ള ബിനാമി പണത്തിലൂടെ സ്വത്ത് സമ്പാദനം നടത്തുന്നവരെ ഈ പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്നു. രണ്ടാമത് അവർ പറഞ്ഞു മറ്റൊരു കാര്യമുണ്ട്, മനു തോമസ്. ആരായിരുന്നു മനു തോമസ്? ഇതുപോലെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉന്നയിച്ച മുൻ DYFയുടെ ജില്ലാ സെക്രട്ടറി, നിങ്ങളുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അയാളെ വിമർശനം ഉന്നയിച്ചതിന്റെ പിറ്റേന്ന് ഈ പാർട്ടി പുറത്താക്കിയത് പോരാഞ്ഞിട്ട് നിങ്ങളുടെ PJ ആർമി അയാളുടെ ശവം കൊത്തി വലിക്കാൻ വേണ്ടി, ശവം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വിമർശനാത്മക ശവം, അത് കൊത്തിപ്പറിച്ചു വലിക്കാൻ വേണ്ടി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ PJ ആർമിയും അമ്പാടിമുക്ക് സഹാക്കളും എല്ലാം കൂടെ ചേർന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ നിങ്ങൾ യുവാക്കളെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി നീലിമ, എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് ഡാങ്കെ എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു ഏകാധിപതി ആ പാർട്ടിയുടെ തലപ്പത്തിരുന്ന സമയത്ത് സഹാവ് VS അടക്കമുള്ളവർ ഏതാണ്ട് 80-ഓളം പേർ ആ ഏകാധിപത്യത്തെ വെല്ലുവിളിച്ച് വെളിയിൽ വന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിനെതിരായി ഉണ്ടായ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പക്ഷേ ഇന്ന് CPM സമം കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി ആൻഡ് മക്കൾ, പിണറായിക്കും മക്കൾക്കും വേണ്ടി കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കൂട്ടമായി അത് അധപതിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾക്ക് മാസപ്പടി കിട്ടിയാൽ അതിനെ ന്യായീകരിക്കാൻ ഒരു കൂട്ടം, പിണറായി വിജയന്റെ മകന്റെ അമ്മായച്ചന് AA ക്യാമറയുടെ വകയിൽ അഴിമതി പണം കിട്ടിയാൽ അതിൽ അന്വേഷണം ഉണ്ടാവാൻ പോയാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു കൂട്ടം, പിണറായി വിജയൻ നാട് ചുറ്റാൻ വേണ്ടി ഇതാ രാജാവ് എഴുന്നള്ളുന്ന എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബസ്സിൽ കയറി സുഖവാസം നടത്തി നാട് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങുന്നതിന്റെ കൂടിയിൽ കാഷ്യൂനട്ടും ബിസ്ക്കറ്റും ചേർന്ന് കഴിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ, ഏതെങ്കിലും യുവമോർച്ചക്കാരൻ, ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനയുടെ, വിദ്യാർത്ഥി സംഘടനയുടെ, യുവജന സംഘടനയുടെ നേതാക്കൾ തെരുവിലിറങ്ങി ഒന്ന് കരിങ്കൊടി കാണിച്ചാൽ അവരെ തല്ലി ഒടിക്കാൻ വേണ്ടി, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നടത്താൻ വേണ്ടി ഒരു പറ്റം വാനര സേന, അതായത് ഒരു വിജയൻ സേനയായി CPM ഇന്ന് അധപതിച്ചിട്ടുണ്ട്. അതിനെതിരായി പറയുന്നവരെല്ലാം ആ പാർട്ടിയുടെ വെളിയിൽ പോകും. അതിൽ ഒന്നാമത്തെ ഇരയാണ് കണ്ണൂരിൽ തന്നെയുള്ള മനു തോമസ്. ഇനി അങ്ങയുടെ ചോദ്യം നോക്കൂ, കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബൂത്ത്, പിണറായി പഞ്ചായത്തിലെ ആ ബൂത്ത് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ സെറ്റ് ഇടുന്ന പോലെ അങ്ങ് അപ്പാടെ ഇവന്റ് മാനേജ്മെന്റിനെ ഏർപ്പെടുത്തി 4 സൈഡിലും കർട്ടൻ ഇട്ട് മറച്ചു. എന്തിനാണെന്ന് അറിയാമോ? സ്വന്തം മണ്ഡലത്തിലെ, സ്വന്തം ബൂത്തിലെ സർക്കാർ സ്കൂളിലെ ആ പരിതാപ അവസ്ഥ മാധ്യമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സെറ്റിട്ട് വോട്ടിംഗ് നടത്തിയ പിണറായി വിജയൻ നേരിട്ടെത്തി വോട്ട് ചെയ്ത, പിണറായി വിജയന്റെ ഭാഷയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിലും പിണറായി ഭക്തർ മാത്രമുള്ള, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമുള്ള, CPM മാത്രമുള്ള, ഇടതുപക്ഷം മാത്രമുള്ള ആ ബൂത്തിൽ ലീഡ് ചെയ്തത് ഏതാണ്ട് 300-ൽ പരം വോട്ടിൽ ലീഡ് ചെയ്തത് K. സുധാകരൻ എന്ന് പറയുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവാണ്. അവിടെ BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. നോക്കൂ, കണ്ണൂർ എന്ന് പറയുന്ന ഒരു കേഡർ സിസ്റ്റത്തിൽ മുട്ടക്കുന്ന് മല അടക്കമുള്ള കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഒരു ഈച്ച പോലും കടന്നു പോകില്ല എന്ന്
ഇവർ വിശ്വസിച്ചിരുന്ന കാലത്ത് നിന്ന് അവിടെ നിന്ന് മാറി ചിന്തിക്കലും ഉണ്ടാകുന്നുണ്ട്. അത് കോൺഗ്രസിലേക്കും ഉണ്ടാകുന്നുണ്ട്, എന്താണ് BJP-യിലേക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായും പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകൾ എന്നുള്ളിൽ രണ്ട് പാർട്ടികളിലേക്കും ആ വോട്ട് വരും. ഇപ്പൊ PP ദിവ്യയെ സംരക്ഷിക്കുകയാണ് പാർട്ടി. ആ സംരക്ഷണത്തിനെതിരെ ഇതേ പാർട്ടിക്കുള്ളിൽ ഇന്ന് രണ്ട് പക്ഷത്തെ നമ്മൾ കണ്ടു. നീലിമ അത് ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, കണ്ണൂർ ജില്ലാ MV ജയരാജന് ഒരു മനമാറ്റം വന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം MV ജയരാജനാണല്ലോ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചത് PP ദിവ്യയെ. ഇപ്പോൾ ഇന്ന് പൂർണ്ണമായും കൈവിട്ടൊരവസ്ഥ. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നത് പിന്നീട് വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായും നോക്കൂ, കണ്ണൂരിലെ പാർട്ടി അത് കുടുംബ പാർട്ടിയാണ്. കണ്ണൂരിലെ പാർട്ടി ഒരു കുടുംബ പാർട്ടിയാണ്. എന്ന് വെച്ചാൽ രക്തബന്ധമല്ലെങ്കിലും ഇവരെല്ലാം MV ജയരാജൻ, P ജയരാജൻ, ഈ ജയരാജന്മാരുടെ ഒരു കൂട്ടം, അവരുടെ ഭാര്യമാർ, ആന്തൂർ നഗരസഭ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ, മുൻ ഭരിച്ചുകൊണ്ടിരുന്ന ഭാര്യ അടക്കം ഇവരൊരു സംവിധാനമാണ്. ഇവരൊരു കുടുംബ ബന്ധം പോലെ പരസ്പരം അഴിമതി അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിച്ചു പോരുന്നവരാണ്. അതിൽ ഇടയ്ക്ക് ഒരു അപകർഷം കുറഞ്ഞു പോയപ്പോ P ജയരാജൻ വലിയ വിമർശനമായെത്തി. തിരുത്തൽ ശക്തിയായി ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ PJ ആർമി ഇറങ്ങി പുറപ്പെട്ടത്. P ജയരാജന് ഉടനെ കശുവണ്ടി കോർപ്പറേഷന്റെയോ മറ്റെന്താണ് ഈ ഏതോ ഒരു ഏതോ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനവും ബോർഡ് വെച്ചൊരു വണ്ടിയും AC ഉള്ള ഇന്നോവയും, AC വർക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി കൊടുത്തു. AC ഉള്ള ഒരു ഇന്നോവ കാറിൽ കൊടുത്തപ്പോ P ജയരാജന്റെ എന്താണ് തിരുത്തൽ ശക്തി, തിരുത്തൽ വാദം അതോടുകൂടി അവസാനിച്ചു. AC കിട്ടിയാൽ തിരുത്തൽ വാദം അവസാനിപ്പിച്ചു ജയരാജൻ. ആ തിരുത്തൽ വാദം അവസാനിപ്പിക്കാൻ തയ്യാറാവാതിരുന്ന TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഇവർ മറ്റൊരു ഇന്നോവ പറഞ്ഞു വിട്ടു. അതായത് മനു തോമസ് അടക്കം ഈ പാർട്ടിക്കുള്ളിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്ന് തിരുത്തൽ വാദം നടത്താൻ ശ്രമിക്കുന്നവരെ അവരെ എത്ര അപകർഷണം വിട്ടുകൊടുത്താലും അവർ മാറുന്നില്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഇവർ ഇന്നോവ പറഞ്ഞു വിടും. ഇനി അതേസമയം തിരുത്തൽ ശക്തിയായി ഇറങ്ങി പുറപ്പെടുന്നു എന്ന് കാണുന്നവർക്ക് ഇവർ ആദ്യം AC-യുള്ള ഒരു ഇന്നോവ കൊടുക്കും, സുഖ സൗകര്യങ്ങൾ കൊടുക്കും. പാർട്ടിയുടെ ഈ സംവിധാനത്തിലേക്ക്, പാർട്ടി എന്ന് പറയുന്ന പിണറായിയുടെ ഈ വീതം വെക്കൽ സംവിധാനത്തിലേക്ക്, ഈ കിട്ടിയ അപകർഷണം വീതം വെക്കുന്ന മേശപ്പുറത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ആകെ കൂടി കിട്ടിയതെല്ലാം വീതം വെക്കുമ്പോൾ അവർക്ക് കൂടി കൊടുക്കും. അതിൽ അവർ തൃപ്തരല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊടുവാളും വടിവാളും ഏന്തിയ സഹാക്കളെ പറഞ്ഞുവിടും ഇന്നോവയിൽ. അതാണ് നമ്മൾ TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ കണ്ടത്. നോക്കൂ, ദിവ്യയെ ചേർത്ത് പിടിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യയുടെ കാര്യത്തിൽ തന്നെ ഈ പാർട്ടി എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതായത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ 14 നിലപാടായിരുന്നു ദിവ്യയുടെ കാര്യത്തിൽ ഈ പാർട്ടിക്ക്. ആദ്യം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറയുന്നു PP ദിവ്യയുടെ കാര്യത്തിൽ. നമുക്ക് അതിലേക്ക് വരാം. CPM-ന്റെ ഈ ഒരു സംഘടനാ ദൗർബല്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.